നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കലത്തപ്പം ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ആരുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് കലത്തപ്പം ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ശർക്കര ആദ്യം തന്നെ കലത്തപ്പത്തിന് വേണ്ടിയിട്ട് ഉരുക്കിയെടുക്കാം. ഞാൻ 200 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡാർക്ക് കളറിലാണ് കലത്തപ്പം വേണമെങ്കിൽ കറുത്ത ശർക്കര ഉണ്ടല്ലോ അത് എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അധികം വെള്ളം ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം മാവ് കൂട്ടുന്ന സമയത്ത് ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ ഉരുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ശർക്കരയ്ക്ക് ഉരുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇഡ്ഡലി റൈസാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 1.5 കപ്പാണ്, 240 ml ആണ് 1 കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു 6 മണിക്കൂർ നേരം ഞാൻ കുതിർത്ത് വെച്ചിരുന്ന അരിയാണ് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ കഴുകി എടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരിയൊക്കെ ഞാൻ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചോറും അതേപോലെ തന്നെ തേങ്ങ ചിരകിയതാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് നമുക്ക് നമ്മുടെ കലത്തപ്പത്തിന് കിട്ടും. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം മതിയാകും തേങ്ങ ചിരകിയതാണ്. അപ്പോൾ ഒരുപാട് വേണ്ട, 2 ടേബിൾ സ്പൂൺ ചോറും അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയതാണ്. ഒരുപാട് ചോറായാൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്, അതും ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പൊടിയാണെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. അതേപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല മഷി പോലെ നമ്മളൊക്കെ അരച്ചുകൊണ്ട് വരണം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അരച്ചു കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെ ചേർത്തിട്ട് അരച്ചു കൊടുക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്താൽ ശരിയായിട്ട് അരഞ്ഞും കിട്ടില്ല, ഒരുപാട് വെള്ളം കൂടി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അരച്ച് കഴിഞ്ഞതിന് ശേഷം എന്തോരം വെള്ളം ചേർത്തതെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നല്ല പോലെ അരച്ചു കൊണ്ടുവരട്ടെ. അപ്പോൾ നമ്മൾ അരയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഈ ശർക്കര നീര് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ഒന്ന് നോക്കണം. അതല്ലെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും ഒന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കാനും മറക്കല്ലേ കേട്ടോ. ഇതും നല്ലപോലെ പുരുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഞാൻ നല്ല പോലെ നമ്മുടെ അരി അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. മൊത്തത്തിൽ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് അരച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അരി 1.5 കപ്പിന് 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ നല്ല പോലെ ഇത് മഷി പോലെ അരച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര നീര് അരിച്ചൊഴിക്കാം. എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചൊഴിക്കുന്നത്. അതേപോലെ തന്നെ ശർക്കര നീര് നമ്മൾ ഒഴിക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരിക്കണം ശർക്കര നീരിന്. അപ്പോൾ നമ്മൾ ഇത് ഒഴിക്കുമ്പോൾ തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കാനും ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മാവ് ഒന്ന് കുക്കായി പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ശർക്കര നീരിന് നല്ല ചൂടുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ നല്ല ചൂടുള്ള ശർക്കര നീര് എടുക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. എന്നാലാണ് നമുക്ക് നല്ല ആരുള്ള കലത്തപ്പം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടും ഇരിക്കാം. അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്ത് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ ഇങ്ങനെ പോയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ശർക്കരയുടെ മധുരം ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് എടുത്തിരുന്നത്. എനിക്ക് നേരത്തെ മാവ് എടുത്തപ്പോൾ കുറച്ച് തിക്നെസ് തോന്നിയത് കാരണം ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് 1 കപ്പും അതേപോലെ തന്നെ ശർക്കര നീര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. ഒരു എക്സ്ട്രാ 1/2 കപ്പും കൂടിയായിട്ട് മൊത്തത്തിൽ ഞാൻ 1.25 കപ്പ് വെള്ളമാണ് ഇതിനേക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിൽ എടുക്കുക. ഒരുപാട് തിക്നെസ്സിലും വേണ്ട, ഒരുപാട് ലൂസായിട്ടും വേണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിൽ എടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയ്ക്ക് മതി. ഇനി ഇതിലേക്ക് 2 നുള്ളോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, 2 നുള്ളു മാത്രം മതി. എന്നിട്ട് ഇത് ചേർത്തിട്ട് നല്ല പോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കലത്തപ്പത്തിനുള്ളത്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കലത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം.
അപ്പോൾ ഞാനിന്ന് കുക്കറിലാണ് കേട്ടോ കലത്തപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഉള്ളിയും അതേപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചെറുതായിട്ട് ഇങ്ങനെ കുത്തിയരിഞ്ഞതാണ് അതിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം ചുവന്നുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത്, അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ അളവ് അതേപോലെ തന്നെ ഉള്ളിയുടെ അളവും കുറച്ച് കൂടിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കലത്തപ്പത്തിന്. അപ്പോൾ ഇത് നല്ല പോലെ ഒരു ലൈറ്റ് ഗോൾഡ് നിറാവുന്നത് വരേക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളിയും അതേപോലെ തന്നെ തേങ്ങാക്കൊത്തും നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഉള്ളി ഫ്രൈ ചെയ്തതൊക്കെ നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഓൾറെഡി ഉണ്ട്, എന്നാലും ഞാനൊരു ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കുക്കറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ അടിയിലൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി കുക്കർ നമ്മൾ നല്ലപോലെ ചൂടായിട്ട് വരണം. നല്ലപോലെ കുക്കർ ചൂടായതിന് ശേഷം മാത്രമാണ് നമ്മുടെ കലത്തപ്പത്തിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കാനും പാടുള്ളൂ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കാം. അപ്പോൾ അതേപോലെ തന്നെ നല്ലപോലെ കുക്കർ ചൂടായതിന് ശേഷം മാത്രം നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ അങ്ങ് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ കുക്കർ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കലത്തപ്പത്തിൻ്റെ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടിൽ ഇരിക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ ശർക്കര നീര് എടുക്കുമ്പോഴായാലും നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കുകയും വേണം. അപ്പോൾ നമ്മൾ മിക്സൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ സൈഡിൽ നോക്കിയാൽ കാണാം ഈ വെളിച്ചെണ്ണ കുറച്ച് നൊര പോലെ വന്ന് ഇരിക്കുന്നത്. അതാണ് കറക്റ്റ് പരുവെന്ന് പറയുന്നത്. നമുക്ക് നല്ലപോലെ കുക്കർ ചൂടല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടുകയില്ല, അത് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഉള്ളിയും അതേപോലെ തന്നെ തേങ്ങാക്കൊത്തും ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മാവിൻ്റെ മിക്സിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് മാത്രമാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെതറി കൊടുക്കുന്നത്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു മിനിറ്റ് നേരെ വേവിച്ചെടുക്കുക. അതിനുശേഷം ഒരു 7 മിനിറ്റ് മുതൽ 8 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ബാക്കിയും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വെയിറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല പോലെ ഇത് വെന്ത് വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ഒരു 7 മുതൽ 8 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് ഇത് നല്ല പോലെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കുക്കറിൽ നിന്ന് ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഞാനങ്ങ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഓപ്പൺ ചെയ്യുന്നത്. ചിലപ്പോൾ ഓരോരുത്തരുടെ ഫ്ലെയിമിന് അനുസരിച്ച് ചിലപ്പോൾ വേവുന്ന സമയത്തിലും വ്യത്യാസപ്പെടാം. അതേപോലെ തന്നെ കുക്കറിൽ നിങ്ങൾ ഒഴിക്കുന്ന മാവിൻ്റെ തിക്നെസ്സിനനുസരിച്ചും വേവ് വ്യത്യാസപ്പെടാം കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് നമ്മൾ വെന്തതിന് ശേഷം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതിന് ശേഷം ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ടൂത്ത് പിക്കോ അതല്ലെങ്കിൽ ഇതേപോലെ ഒരു പപ്പടം കുത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ നല്ലപോലെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വെന്തു എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നോക്കുക കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ വെന്തില്ലെങ്കിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ കുക്കറിൽ നിന്ന് മാറ്റിയായിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇപ്പോൾ തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രം നമ്മളിത് മുറിക്കാനും ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു സ്റ്റീൽ കുക്കറിനേക്കാളും കുറച്ച് ബെറ്റർ അലുമിനിയം കുക്കറാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വിട്ട് കിട്ടാനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന പച്ചരി നല്ല ക്വാളിറ്റി ഉള്ള പച്ചരി ആയിരിക്കാനും ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ പശ ഉള്ളതാണെങ്കിൽ നമ്മൾ എത്ര മാവ് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയാലും ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള പരുവത്തിൽ നമ്മുടെ കലത്തപ്പം കിട്ടേയില്ല, അതും പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തിട്ട് വരാട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പീസ് മുറിച്ചതാണ് കേട്ടോ ഇത്. നമുക്ക് നല്ല ആരുള്ള നമ്മുടെ അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞ പോലെയൊക്കെ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്തുണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ആരുള്ള കലത്തപ്പം നമുക്ക് റെഡിയായി കിട്ടും. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കലത്തപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്